Hi students, അപ്പോൾ നമ്മൾ ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പാർട്ടിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. എങ്ങനെയാണ് റൂട്ടുള്ള നമ്പേഴ്സ്, റൂട്ട് 2ന്റെ വാല്യൂ എന്താ, റൂട്ട് 3ന്റെ വാല്യൂ എന്താ, പൈതഗോറസ് തിയറം എന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പ്രോബ്ലംസിലോട്ട് പോവാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഇൻ ദ പിക്ചർ? ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതുപോലെ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് സ്ക്വയറിന്റെ വേറൊരു സൈഡായിട്ട് തന്നിട്ടുണ്ട് അല്ലെ. ഇതാണ് നമ്മളെ പിക്ചർ. ഇതിൽ നമുക്ക് സ്ക്വയറിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യണം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്? അങ്ങനെയാണെങ്കിൽ ഏരിയ മാത്രമല്ല ഇതിന്റെ സൈഡിന്റെ ലെങ്ത്തും ഫൈൻഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിരുന്നു, ഏരിയ കിട്ടിയാൽ സൈഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏരിയന്റെ റൂട്ട് ചെയ്താൽ മതി അല്ലേ. ബട്ട് നമുക്ക് ഇവിടെ ഏരിയയും ഫൈൻഡ് ചെയ്യണം, അതുപോലെ സൈഡും ഫൈൻഡ് ചെയ്യണം അല്ലേ. ചിത്രത്തിലെ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്, ഏരിയ എത്രയാണ്, ഒരു വശത്തിന്റെ നീളമോ സൈഡും നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പൈതഗോറസ് തിയറം. നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ തന്നാൽ റൈറ്റ് ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും ഹൈപ്പട്ന്യൂസ്. ഇത് ഓൾട്ടിറ്റ്യൂഡ് ആയിരിക്കും, ഇത് ബേസ് ആയിരിക്കും. ഹൈപ്പട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ എഴുതിയാലും മതി. ഓക്കെ, നമ്മള് ബേസിന്റെ സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈപ്പട്ന്യൂസ് സ്ക്വയർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഹൈപ്പട്ന്യൂസ് പറഞ്ഞാൽ റൂട്ട് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമുക്ക് ഇത് ആവശ്യമുണ്ട്. എന്തുകൊണ്ടാ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. അപ്പൊ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ സൈഡ് ഫൈൻഡ് ചെയ്യണം. മൂന്നാമത്തെ സൈഡ് കിട്ടിയാൽ, മൂന്നാമത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ സമചതുരത്തിന്റെ വശം സൈഡ് ആണ് അല്ലെ. നമുക്കറിയാം സമചതുരം സ്ക്വയറിലെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ ഈ ഒരു സൈഡ് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സൈഡും ഈ സൈഡും ഈ സൈഡൊക്കെ ഈക്വൽ ആണ്. സൈഡ്സ് കിട്ടിയാൽ നമുക്ക് ഏരിയ ഫൈൻഡ് ചെയ്തൂടെ, പരപ്പളവ് ഫൈൻഡ് ചെയ്തൂടെ? എന്താ? രണ്ട് സൈഡുകൾ മൾട്ടിപ്ലൈ ചെയ്യാം. സൈഡ് ഇൻറ്റു സൈഡ്, ഏരിയ കാണാൻ സൈഡ് ഇൻറ്റു സൈഡ് ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. അപ്പം ഇവിടെ നമുക്ക് ബേസ് തന്നിട്ടുണ്ട്. എന്താണ് ഇത്? ഹൈപ്പട്ന്യൂസ് അല്ലേ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വലിയ സൈഡ് ആയിരിക്കും ഹൈപ്പട്ന്യൂസ്. ദാറ്റ് മീൻസ് നമ്മൾ റൈറ്റ് ആംഗിൾ ഇതാണ് അല്ലെ. റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആയിരിക്കും ഹൈപ്പട്ന്യൂസ്. അപ്പൊ ഇവിടെ ആംഗിൾ ഇവിടെയാണ് വരുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഹൈപ്പട്ന്യൂസ്. അപ്പൊ നമുക്ക് ഇവിടെ ഹൈപ്പട്ന്യൂസും തന്നിട്ടുണ്ട്, ബേസും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ മക്കളെ ഫൈൻഡ് ചെയ്യേണ്ടത്? ഓൾട്ടിറ്റ്യൂഡ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. ഓൾട്ടിറ്റ്യൂഡോ ബേസോ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ഹൈപ്പട്ന്യൂസ് സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. അപ്പം ബേസ് കാണാൻ നമ്മൾ എന്താ ചെയ്യാ? ഹൈപ്പട്ന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇനി ഓൾട്ടിറ്റ്യൂഡ് കാണാൻ നമ്മൾ എന്താ ചെയ്യാ? റൂട്ട് ഓഫ് ഹൈപ്പട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അല്ലേ. ഇവിടെ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഹൈപ്പട്ന്യൂസിന്റെ സ്ക്വയറിൽ നിന്നും നമ്മൾ ബേസിന്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഹൈപ്പട്ന്യൂസ് ആണെങ്കിൽ പ്ലസ് ആണ്, ബേസോ ഓൾട്ടിറ്റ്യൂഡോ ആണെങ്കിൽ മൈനസ് ആണ്. ഇതാണ് നമ്മളെ പൈതഗോറസ് തിയറം നമ്മൾ പഠിച്ചിരുന്നത്. ഇനി നമുക്ക് എന്താണ് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്? ഓൾട്ടിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? ഹൈപ്പട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. സോ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ? ഹൈപ്പട്ന്യൂസ് സ്ക്വയർ. ഹൈപ്പട്ന്യൂസ് നമുക്ക് തന്നത് 3.5 ആണ്. അപ്പൊ 3.5 സ്ക്വയർ മൈനസ് എന്താ? ബേസ് തന്നത് 1.5 ആണ്. അപ്പൊ 1.5 സ്ക്വയർ. ഇനി ഈ 3.5 സ്ക്വയറിന്റെയും 1.5 സ്ക്വയറും അത് രണ്ടിന്റെയും വാല്യൂസ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, എന്താ 3.5 സ്ക്വയർ? 3.5 ഇൻറ്റു 3.5. 5 5s are 25, 2. 3 5s are 15. 15ലോട്ട് 2 ആഡ് ചെയ്യുമ്പോൾ 17. Then 3 5s are 15. Then 3 3 9. 9ലോട്ട് 1 ആഡ് ചെയ്യുമ്പോൾ 10. അപ്പൊ നമുക്ക് 5. 7ലോട്ട് 5 ആഡ് ചെയ്യുമ്പോൾ 8 9 10 11 12 12 കിട്ടൂ അല്ലെ. Then 2 1
എന്താ കിട്ടിയത്? ഇനി പോയിന്റ് ഇട്ട് കൊടുക്കണ്ടേ? പോയിന്റ് എങ്ങനെ ഇട്ട് കൊടുക്കുക? ഇവിടെ പോയിന്റിന്റെ ശേഷം 2 നമ്പർ ആണുള്ളത്. അപ്പൊ ഇവിടെ ബാക്കിൽ നിന്ന് 2 നമ്പേഴ്സ് കഴിഞ്ഞിട്ട് എന്റെ മുന്നേ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ 12.25. അപ്പൊ നമുക്ക് 3.5 സ്ക്വയർ കിട്ടിയത് 12.25 ആണ്. മൈനസ് ഇനി 1.5 സ്ക്വയർ നോക്കാം. 1.5 ഇൻറ്റു 1.5. 5 5s are 25. Then 1 into 5, 5. 5ലോട്ട് 2 ആഡ് ചെയ്യുമ്പം 7. Then 5 5 1 അപ്പം 5. ഇനി 7ലോട്ട് 5 ആഡ് ചെയ്യുമ്പം 8 9 10 11 12 അല്ലേ? 12. Then ഇനി ഇവിടെ 2 പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ്. അപ്പം 2 നമ്പേഴ്സ് കഴിഞ്ഞിട്ട് 5ഉം 2ന്റെ മുന്നേ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ 2.25 എന്ന് കിട്ടി. 2.25. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 12.25 എന്ന് 2.25 നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് നമ്മളെ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കിട്ടും. അപ്പൊ 12.25 മൈനസ് 2.25 എന്താ? 5 മൈനസ് 5 0. 2 മൈനസ് 2 0. 12 2 പോയാൽ എന്താ? 10. അപ്പൊ നമുക്ക് കിട്ടിയത് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 10 ആണ്. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്താ കിട്ടിയത്? 10 ആണ്. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 10 ആണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ ഈ സൈഡിലോട്ട് വരുമ്പം റൂട്ട് ആവും. സോ ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു √10. അപ്പൊ നമ്മളെ ഓൾട്ടിറ്റ്യൂഡ് കിട്ടി √10 ആണ്. ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ദാറ്റ് മീൻസ് നമ്മളെ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡ് അല്ലേ നമ്മളെ സ്ക്വയറിന്റെ സൈഡ്. അപ്പം ഇത് √10 ആണെങ്കിൽ ഇതും √10 ആയിരിക്കും, ഇതും √10 ആയിരിക്കും, ഇതും √10 ആയിരിക്കും. കാരണം നമ്മളെ സ്ക്വയറിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഇനി നമ്മൾ സൈഡ്സ് കണ്ടു. അപ്പൊ സൈഡ് ഈസ് ഈക്വൽ ടു √10. സൈഡ് ഈസ് ഈക്വൽ ടു √10. ഇനി നമുക്ക് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? പരപ്പളവ് അല്ലെ? നമുക്ക് ഏരിയ ഫൈൻഡ് ചെയ്യണം. ഏരിയ ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം. സ്ക്വയറിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എങ്ങനെ ചെയ്യാം? ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സമചതുരത്തിന്റെ പരപ്പളവ്. ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. 2 സൈഡുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് √10 ആണ്. അപ്പൊ √10 ഇൻറ്റു √10 എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 സെയിം നമ്പേഴ്സ് റൂട്ട് ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ റൂട്ട് പോവും, നമ്പർ മാത്രമായിരിക്കും. അപ്പൊ 10. Therefore ഏരിയ ഈസ് ഈക്വൽ ടു 10. ഏരിയ നമുക്ക് എന്ത് കിട്ടി? 10 ആണ് കിട്ടി. അപ്പൊ ഏരിയ നമ്മൾ എഴുതുമ്പം എപ്പോഴും എന്ത് എഴുതണം? സ്ക്വയറിൽ എഴുതണം. അപ്പൊ 10 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, 10 സ്ക്വയർ സെന്റിമീറ്റർ അഥവാ സെന്റിമീറ്റർ സ്ക്വയർ എന്നും എഴുതാം. ഓക്കെ, അപ്പൊ ഏരിയ. അപ്പൊ നമ്മളെ സൈഡ് √10 മീറ്റർ ആണ് കേട്ടോ. √10 സെന്റിമീറ്റർ. ഓക്കെ, നമുക്ക് ഓൾറെഡി എല്ലാം സെന്റിമീറ്ററിലാണ് തന്നത്. അപ്പൊ ഇതും സെന്റിമീറ്റർ. അപ്പൊ √10 സെന്റിമീറ്റർ ആണ് നമ്മളെ സൈഡ്. നമ്മളെ ഏരിയ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. സിമ്പിൾ ആണ് അല്ലെ ഈ ഒരു ക്വസ്റ്റ്യൻ? നമ്മൾ ജസ്റ്റ് ഈ ഒരു പിക്ചർ മാത്രം നന്നായിട്ട് നോക്കിയാൽ മതി. ഈ ഒരു പിക്ചറിൽ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് വരുന്നത് എന്താ? ഈ ഒരു സൈഡ് വരുന്നത് നമ്മളെ സ്ക്വയർ സമചതുരത്തിന്റെ സൈഡ് ആയിട്ടാണ്. അപ്പൊ ഈ ഒരു സൈഡ്, ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ് കണ്ടാൽ നമ്മളെ സമചതുരത്തിന്റെ എല്ലാ സൈഡുകളും കിട്ടും. എല്ലാ സൈഡുകളും കിട്ടി. നമുക്ക് ഒരു സൈഡ് മതി ഏരിയ കാണാൻ അല്ലെ? എല്ലാ സൈഡും എന്താണ്? സമചതുരത്തിന്റെ ഒരു സൈഡ് തന്നെ എല്ലാ സൈഡ്സിനും ഈക്വൽ ആണെന്ന് അറിയാം. അപ്പൊ നമ്മള് √10 കിട്ടി ബൈ പൈതഗോറസ് തിയറം. അപ്പൊ പൈതഗോറസ് തിയറം നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഈ ഒരു സൈഡ് കിട്ടിയത്. അപ്പൊ ഈ സൈഡ് കിട്ടിയത് കൊണ്ട് നമുക്ക് ഏരിയ കിട്ടി. അപ്പൊ സൈഡ് ഈസ് ഈക്വൽ ടു √10 സെന്റിമീറ്റർ ആൻഡ് ഏരിയ ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മളെ ആൻസർ കിട്ടി. നമ്മളുടെ ക്വസ്റ്റ്യനില് സൈഡും ഏരിയയും ഫൈൻഡ് ചെയ്യാനായിരുന്നു പറഞ്ഞേ. നമ്മൾ സൈഡും ഏരിയയും ഫൈൻഡ് ചെയ്തു. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, then moving to next question. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ. സ്ക്വയറിന്റെ ഏരിയ കാണണം, പരപ്പളവ്. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ
ഇറ്റ് സൈഡ്സ് ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ. അപ്പൊ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ആ പിക്ചേഴ്സിന്റെ അതിൽ സമചതുരത്തിന്റെ പരപ്പളവ്, സ്ക്വയറിന്റെ ഏരിയയും ഫൈൻഡ് ചെയ്യണം, വശത്തിന്റെ നീളവും, എന്താ ലെങ്ത്, സൈഡ്സിന്റെ ലെങ്ത്തും ഫൈൻഡ് ചെയ്യണം. എങ്ങനെ ഫൈൻഡ് ചെയ്യും? ഇതാണ് നമ്മളെ പിക്ചർ. അപ്പം ഈ ഒരു പിക്ചറിൽ ഫസ്റ്റത്തെ പിക്ചർ നോക്കുക. ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഈ റൈറ്റ് ട്രയാങ്കിളിൽ നമുക്ക് ഓൾട്ടിറ്റ്യൂഡും തന്നിട്ടുണ്ട്, ബേസും തന്നിട്ടുണ്ട് ഇല്ലേ? ഓൾട്ടിറ്റ്യൂഡും ബേസും തന്നാൽ ഇതല്ലേ ഹൈപ്പട്ന്യൂസ്. കാരണം നമ്മളെ റൈറ്റ് ആംഗിൾ ഇതാണ്. റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും ഹൈപ്പട്ന്യൂസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതാണ് ഹൈപ്പട്ന്യൂസ്. അപ്പൊ ഈ ഒരു സൈഡ് നമുക്ക് കിട്ടണം. ഈ സൈഡ് കിട്ടിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ ഒരു ട്രയാങ്കിൾ, അടുത്ത ട്രയാങ്കിളിന്റെ 2 സൈഡായിട്ട് കിട്ടുള്ളൂ. അപ്പം അടുത്ത ട്രയാങ്കിൾ ആകെ ഒരു സൈഡേ നമുക്ക് തന്നിട്ടുള്ളൂ, ബാക്കി 2 നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പൊ ഇത് ഫൈൻഡ് ചെയ്താൽ നമുക്ക് ഈ അടുത്ത ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡ് കിട്ടി. അങ്ങനെ അത് രണ്ടും വെച്ചിട്ട് ഈ ഒരു ട്രയാങ്കിളിന്റെ, ഈ ഒരു സ്ക്വയറിന്റെ സൈഡ് അഥവാ ഈ ഒരു ട്രയാങ്കിളിന്റെ 3rd സൈഡും ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ പിക്ചർ നന്നായിട്ട് നോക്കാം. അപ്പൊ ഇതാണ് നമ്മളെ ഫസ്റ്റ് ട്രയാങ്കിൾ. ഈ ഫസ്റ്റ് ട്രയാങ്കിളിൽ നമുക്ക് ബേസും തന്നിട്ടുണ്ട്, ഓൾട്ടിറ്റ്യൂഡും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈപ്പട്ന്യൂസ് ഫൈൻഡ് ചെയ്തൂടെ? യെസ്, നമുക്കറിയാം ഹൈപ്പട്ന്യൂസ് സ്ക്വയർ. ഹൈപ്പട്ന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഹൈപ്പട്ന്യൂസ് കാണാൻ നമ്മൾ എപ്പോഴും ആഡ് ആണ് ചെയ്യുക. അപ്പം ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചെയ്താലും മതി. രണ്ടും 1 ആണ് അല്ലെ? സോ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1. 1ന്റെ സ്ക്വയർ എപ്പോഴും 1 ആയിരിക്കും അല്ലെ? സോറി, 1ന്റെ സ്ക്വയർ എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ 1 പ്ലസ് 1 വരും അല്ലെ? 1ന്റെ സ്ക്വയർ 1 ആണ്, 1ന്റെ സ്ക്വയർ 1. അപ്പൊ 1 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. അപ്പൊ നമുക്ക് ഹൈപ്പട്ന്യൂസ് സ്ക്വയർ ആണ് 2 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പട്ന്യൂസ് എന്തായിരിക്കും? √2 ആയിരിക്കില്ലേ? ഹൈപ്പട്ന്യൂസ് √2 ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടെ √2 എന്ന് കിട്ടി. ഈ ഒരു സൈഡ് √2 എന്ന് കിട്ടി. ഇതിന്റെ വാല്യൂ നമുക്ക് √2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഈ ഒരു സൈഡ് √2 കിട്ടി, ഈ ഒരു സൈഡ് 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇനി ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു ട്രയാങ്കിളില് നമുക്ക് എന്താണ്? ഇതാണ് നമ്മളെ ഹൈപ്പട്ന്യൂസ് അല്ലെ? റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് അല്ലേ? ഇവിടെ നമുക്ക് 1 മീറ്റർ കിട്ടിയിട്ടുണ്ട് ബേസ്. ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് നേരത്തെ ചെയ്തതിൽ √2 കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് കാണാൻ ഹൈപ്പട്ന്യൂസ് ചെയ്തൂടെ? യെസ്. അപ്പൊ എങ്ങനെ വരും? നമുക്ക് ഹൈപ്പട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഹൈപ്പട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. തിരിച്ചായാലും കുഴപ്പമില്ല, കാരണം അഡീഷൻ ആണ്. എങ്ങനെയായാലും നമ്മൾ ആൻസർ സെയിം ആയിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പം നമ്മൾ നോക്കുക ഇവിടെ ബേസ് സ്ക്വയർ. ബേസ് എന്താ? ഈ ഒരു സെക്കൻഡ് ട്രയാങ്കിൾ ആണേ നോക്കുന്നത്. സെക്കൻഡ് ട്രയാങ്കിളിലെ ബേസ് 1 മീറ്റർ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് നേരത്തെ കിട്ടിയ √2. അപ്പൊ √2 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1ന്റെ സ്ക്വയർ എന്താ? 1 ആണ്, പ്ലസ് √2ന്റെ സ്ക്വയർ എന്താ? 2ന്റെ സ്ക്വയർ 4 ആണ്. √2ന്റെ സ്ക്വയർ എന്തായിരിക്കും? ഈ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയിട്ട് നമ്പർ മാത്രമായിരിക്കും. അപ്പൊ എന്താ? 2. ഓക്കെ, അപ്പൊ റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ റൂട്ടും സ്ക്വയറും പോവും, നമ്പർ മാത്രമായിരിക്കും. അപ്പൊ ഇവിടെ 2. അപ്പം ഹൈപ്പട്ന്യൂസ് സ്ക്വയർ എന്ത് കിട്ടി? 3 ആണ് എന്ന് കിട്ടി. 1 + 2 വിച്ച് ഈസ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹൈപ്പട്ന്യൂസ് എന്തായിരിക്കും? ഹൈപ്പട്ന്യൂസ് ഈസ് ഈക്വൽ ടു √3. സ്ക്വയർ ഈ സൈഡിലോട്ട് പോയപ്പം √3 എന്ന് കിട്ടി. അപ്പം നമ്മൾ ഈ ഒരു സൈഡ് നമുക്ക് √3 ആണ് എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ സെക്കൻഡ് ട്രയാങ്കിളില് ഈ ഒരു സൈഡ് √3 ആണ് കിട്ടി. ഓൾറെഡി ഇവിടെ 1ഉം 1ഉം ഉണ്ട്. ഈ സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു √2. ഇനി ഇവിടെ √2ഉം ഇവിടെ 1ഉം ഉണ്ട്. ഈ സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു √3 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമ്മളത് സ്ക്വയർ അല്ലേ? നമുക്കറിയാം സ്ക്വയറിൽ ഒരു സൈഡാണ് നമ്മളെ √3. ഈ ഒരു പിക്ചർ നോക്കുമ്പം ഈ ഒരു സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഈ സൈഡ് ഹൈപ്പട്ന്യൂസ് ആണ്, ഈ സ്ക്വയറിന്റെ എന്ത്? ഒരു സൈഡ്. അപ്പൊ എല്ലാ സൈഡ്സും ഇനി √3 ആയിരിക്കില്ലേ? യെസ്. അപ്പൊ നമ്മളെ ഫസ്റ്റ് ഫിഗറില് സൈഡ്, സ്ക്വയറിന്റെ സൈഡ് കിട്ടി √3 ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്തായിരിക്കും? ഏരിയ ഈസ് ഈക്വൽ ടു എന്ത് വരും?
സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സമചതുരം സ്ക്വയറിന്റെ ഏരിയ കാണാൻ സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ മതി. സൈഡ് ഇൻറ്റു സൈഡ്. അപ്പൊ സൈഡ് കിട്ടിയത് √3. √3 ഇൻറ്റു √3 വിച്ച് ഈസ് ഈക്വൽ ടു 3. രണ്ട് സെയിം നമ്പർ റൂട്ടിന്റെ ഉള്ളിൽ വന്നാൽ അത് നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് പോവും, നമ്പർ ആയിരിക്കും. അപ്പൊ 3 സ്ക്വയർ മീറ്റർ. എപ്പോഴും ഏരിയ എഴുതേണ്ടത് സ്ക്വയർ ടേംസിലാണ്. ഓക്കെ, അപ്പൊ 3 സ്ക്വയർ മീറ്റർ ആണ് നമ്മൾ. ഓക്കെ, അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? ഏരിയ ഓഫ് ദ സ്ക്വയർ, സ്ക്വയറിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യണം ആൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്, അതിന്റെ സൈഡ്സിന്റെ ലെങ്ത്തും ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ ഫൈൻഡ് ചെയ്തു. ഫസ്റ്റ് ഫിഗറിൽ സ്ക്വയറിന്റെ ഏരിയ 3 സ്ക്വയർ മീറ്റർ ആണ്, അതുപോലെ സൈഡ് √3 മീറ്റർ ആണ് എന്ന് ഫൈൻഡ് ചെയ്തു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് എത്തിയാലേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ സൈഡ് √3 മീറ്ററും നമ്മളെ ഏരിയ √3 സ്ക്വയർ മീറ്ററും. ഇനി നമുക്ക് നമ്മളെ സെക്കൻഡ് ഫിഗറിലോട്ട് പോയി നോക്കിയാലോ? സെക്കൻഡ് ഫിഗറും അതുപോലെയുള്ള ഒരു ഫിഗർ തന്നെയാണ്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് 2 ട്രയാങ്കിൾ, 2 ട്രയാങ്കിളിന്റെ ഇവിടെ 3 ട്രയാങ്കിൾസ് ഉണ്ട് എന്നുള്ളൂ. അപ്പൊ ജസ്റ്റ് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. എങ്ങനെ ചെയ്യും നമ്മള്? ഇവിടെ രണ്ടും 1 1 ആണെങ്കിൽ നമ്മൾ ഓൾറെഡി അറിയാം ഹൈപ്പട്ന്യൂസ് കാണാൻ. എങ്ങനെ? ഹൈപ്പട്ന്യൂസ് എന്ന് പറഞ്ഞാൽ √2 ആണ് എന്ന് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് √2 ആണ്. എങ്ങനെ വരും? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുമ്പം 2 ആണ്. അപ്പൊ ഹൈപ്പട്ന്യൂസ് സ്ക്വയർ 2 ആണ്, ഹൈപ്പട്ന്യൂസ് √2 ആണ്. അപ്പൊ ഈ √2ഉം 1ഉം കിട്ടി. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. √2ഉം 1ഉം ആണെങ്കിൽ അടുത്ത സൈഡ് എന്തായിരിക്കും? √3 ആയിരിക്കും അല്ലേ? √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്താ? 3 എന്ന് കിട്ടും. അപ്പൊ ഹൈപ്പട്ന്യൂസ് സ്ക്വയർ 3 ആണെങ്കിൽ ഹൈപ്പട്ന്യൂസ് എന്തായിരിക്കും? √3. അങ്ങനെ ഈ സൈഡ് √3 കിട്ടി. ഇനി നമുക്ക് ഈ സൈഡ് ഫൈൻഡ് ചെയ്യണ്ടേ? ഈ സൈഡ് ഫൈൻഡ് ചെയ്താലല്ലേ നമ്മളെ സ്ക്വയർ സമചതുരത്തിന്റെ സൈഡ് കിട്ടുള്ളൂ. യെസ്, അപ്പം ഹൈപ്പട്ന്യൂസ് സ്ക്വയർ, ഇവിടെയും നമ്മളെ റൈറ്റ് ആംഗിൾ ഇതാണ്, ഹൈപ്പട്ന്യൂസ് ഇതാണ്. ഹൈപ്പട്ന്യൂസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഹൈപ്പട്ന്യൂസ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളെ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമ്മളത് ഇവിടെ 1 മീറ്ററും ഇവിടെ √3യുമാണ് അല്ലേ? 1ഉം √3യും വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് √3 സ്ക്വയർ എന്താ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ ക്യാൻസൽ ആയി പോവും, നമ്പർ മാത്രമായിരിക്കും അല്ലേ? 1 പ്ലസ് 3 എന്ന് കിട്ടി അല്ലേ? എന്താ? അപ്പൊ ഹൈപ്പട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പം ഹൈപ്പട്ന്യൂസ് എന്ന് പറഞ്ഞാൽ √4 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, √4 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പൊ ഇവിടെ √4 ആണ്. അതെന്ന് പറഞ്ഞാൽ √4 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എല്ലാ സൈഡ്സും √4 അഥവാ 2 എന്ന് പറയാം. 2 എന്ന് കിട്ടി. 2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ക്വയറിന്റെ സൈഡ് കിട്ടിയില്ലേ? ഈ ഒരു സെക്കൻഡ് പിക്ചറിൽ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ √4 അഥവാ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്തായിരിക്കും? ഏരിയ ഈസ് ഈക്വൽ ടു √4 ഇൻറ്റു 4. ദാറ്റ് മീൻസ് 4. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ മതി? ഏരിയ ഈസ് ഈക്വൽ ടു √4ന് പകരം √4 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ? അപ്പൊ 2 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4 സ്ക്വയർ മീറ്റർ ആണ് നമ്മളെ ഏരിയ. ഓക്കെ, അപ്പൊ സെക്കൻഡ് പിക്ചറിൽ എന്താ കിട്ടിയത്? സൈഡ് √4 അഥവാ 2ഉം ആണ്, ഏരിയ എന്താ? 4 സ്ക്വയർ മീറ്ററുമാണ്. ഇനി നമ്മൾ തേർഡ് ഫിഗറിലോട്ട് പോവാം. തേർഡ് ഫിഗറും സെയിം പോലത്തെ ഫിഗർ ആണ്, ട്രയാങ്കിൾ കൂടിയെന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഇതാണ് നമ്മളെ ഫസ്റ്റ് ട്രയാങ്കിൾ. 1 മീറ്റർ. അപ്പൊ ഇവിടെ എന്താവും? √2 ആയിരിക്കും. ഇനി ഈ √2ഉം 1ഉം അപ്പൊ ഇവിടെ എന്തായിരിക്കും? √3 ആയിരിക്കും. ഇനി ഈ √3യും 1ഉം അപ്പൊ ഇവിടെ എന്തായിരിക്കും? √4 ആയിരിക്കും. ഇനി അടുത്തത് നോക്കാം, √4ഉം 1ഉം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഹൈപ്പട്ന്യൂസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്, കാരണം നമ്മളെ റൈറ്റ് ആംഗിൾ ഇവിടെയാണ്. അപ്പൊ ഹൈപ്പട്ന്യൂസ് ഫൈൻഡ് ചെയ്യണം. ഹൈപ്പട്ന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? അപ്പൊ ബേസ് എന്താ? അവിടെ 1 മീറ്റർ അല്ലേ? അപ്പൊ 1 സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്താ നമുക്ക് കിട്ടിയത്? √4 അല്ലേ? അപ്പൊ √4 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് നമുക്കറിയാം സ്ക്വയറും റൂട്ടും ഒരുമിച്ച് വന്നാൽ സ്ക്വയറും റൂട്ടും പോകും. അപ്പം 4
So hypotenuse square is equal to 5. Hypotenuse is equal to √5. Hypotenuse എന്താ കിട്ടിയത്? √5. അപ്പൊ ഒന്ന് നോക്കാനല്ലേ, ഇത് √2, ഇത് √3, ഇത് √4, ഇത് √5 അല്ലേ? √5. ഇനി അപ്പൊ നമുക്ക് സൈഡ് എന്ത് കിട്ടി? സ്ക്വയറിന്റെ സൈഡ് √5 മീറ്റർ ആണ് എന്ന് കിട്ടി. എല്ലാ സൈഡും √5 മീറ്റർ ആണ് അല്ലെ? സൈഡ് കിട്ടിയാൽ നമുക്ക് ഇനി ഏരിയ ഫൈൻഡ് ചെയ്തൂടെ? ഏരിയ നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്, വിച്ച് ഈസ് ഈക്വൽ ടു √5 ഇൻറ്റു √5, വിച്ച് ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ മീറ്റർ. ഓക്കെ, √5 ഇൻറ്റു √5 രണ്ടും റൂട്ട് വന്നാൽ സെയിം നമ്പറിൽ റൂട്ട് പോവും, നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. അപ്പൊ 5 സ്ക്വയർ മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യന് ഈ 3 ഫിഗേഴ്സിന്റെയും സൈഡും ഫൈൻഡ് ചെയ്യണം, ഏരിയയും ഫൈൻഡ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഫിഗറിന്റെ സൈഡ് √3 ആണ്, സ്ക്വയറിന്റേതാണ് പറഞ്ഞത്. അപ്പൊ സ്ക്വയറിന്റെ √3 ആണ്, ഏരിയ 3 സ്ക്വയർ മീറ്റർ. അതുപോലെ സെക്കൻഡ് ഫിഗറില് √4 ആണ്, √4 മീറ്റർ ആണ് സൈഡ്, ഏരിയ 4 സ്ക്വയർ മീറ്റർ. തേർഡ് ഫിഗറില് √5 ആണ് നമുക്ക് സ്ക്വയറിന്റെ സൈഡ് വരുന്നത്, 5 സ്ക്വയർ മീറ്റർ ആണ് നമ്മളെ ഏരിയ. അപ്പൊ നമ്മൾ ഈ ഒരു പ്രോബ്ലം നന്നായിട്ട് നോക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. അതുപോലെ പൈതഗോറസ് തിയറം നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 3 ഫ്രാക്ഷൻസ് ഗ്രേറ്റർ ദാൻ √2 ആൻഡ് ലെസ് ദാൻ √3. √2ന്റെയും √3ന്റെയും ബിറ്റ്വീനിലുള്ള ഫ്രാക്ഷൻസ് അഥവാ 3 ഫ്രാക്ഷൻസ് നമുക്ക് എഴുതണം. √2നേക്കാൾ വലുതും √3നേക്കാൾ ചെറുതുമായ 3 ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കുക. അപ്പം നമുക്കറിയാം √2ന്റെ വാല്യൂവും √3ന്റെ വാല്യൂ അല്ലേ? √2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമുക്കറിയാം വാല്യൂ 1.41421 അല്ലേ? √2ന്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1.41421. 1.41421. ഇനി √3ന്റെ വാല്യൂയോ 1.73205. 1.73205. അപ്പൊ √3ന്റെയും √2ന്റെയും വാല്യൂസ് നമുക്കറിയാം. അപ്പൊ അതിന്റെ ബിറ്റ്വീനിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? നമ്മളോട് പറഞ്ഞത് ഗ്രേറ്റർ ദാൻ √2, √2നേക്കാളും വലുതുമായിരിക്കണം, √3നേക്കാളും ചെറുതുമായിരിക്കണം. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? 1.41421, 1.73205, ഇതിനെ നമുക്ക് അതിന്റെ ബിറ്റ്വീനിലുള്ള നമ്പേഴ്സ് വാല്യൂസ് അറിഞ്ഞാൽ നമുക്ക് അതിന്റെ ബിറ്റ്വീനിലുള്ള നമ്പേഴ്സ് എഴുതി കൂടെ? നമുക്ക് 1.5, ഇവിടെ 4 ആണ്, ഇവിടെ 7 ആണ്. അപ്പൊ അതിന്റെ ബിറ്റ്വീനിലുള്ളതായിരിക്കൂലേ 1.5 അല്ലേ? ദെൻ 1.5252 അല്ലെങ്കിൽ 1.5353, കുറെ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ 1.6, ഇതിന്റെ ബിറ്റ്വീനിലല്ലേ 1.6 വരിക? 1.4ന്റെയും 1.7ന്റെയും അല്ലേ? 1.6 അതിന്റെ ബിറ്റ്വീനിലാണ്. അല്ലെങ്കിൽ നമുക്ക് 1.6262 അല്ലേ? അതുപോലെ ഇനി വേറെ നമ്പേഴ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. 1.4 തന്നെ നമുക്ക് എഴുതാൻ പറ്റും. 1.414 അല്ലേ? അപ്പൊ 1.412 അല്ലേ? ഇതിന്റെ മുന്നേ ഉള്ളതല്ലേ? ഇതിന്റെ മുന്നുള്ളത് പറ്റില്ല അല്ലെ? നമുക്ക് ഇതിന്റെ ശേഷമോ ഇതിന്റെ മുന്നെയോ വേണം. അപ്പൊ 1.415 എന്ന് എഴുതാം. 1.415 അല്ലേ? ഇതിന്റെ ശേഷം ഇതിന്റെ മുന്നേയുമാണ്. അതുപോലെ നമുക്ക് കുറെ നമ്പേഴ്സ് ഈ √2ന്റെയും √3ന്റെയും ബിറ്റ്വീനിലുള്ള കുറെ നമ്പേഴ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ 1.5656 എഴുതാം. അതുപോലെ 1.72 എഴുതാം. 1.73 വരെ അല്ലേ ഇവിടെ? 1.72 എഴുതാം. അങ്ങനെ നമുക്ക് √2ന്റെയും √3ന്റെയും ബിറ്റ്വീനിൽ ഏതാ 1.41421ന്റെയും 1.73205ന്റെയും ബിറ്റ്വീനിലുള്ള നമ്പേഴ്സ് ഒക്കെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ √2ന്റെയും √3ന്റെയും ബിറ്റ്വീനിലുള്ള നമ്പേഴ്സ് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഈ വാല്യൂസ് പഠിച്ചു വെക്കണം. എന്നിട്ട് അതിന്റെ ബിറ്റ്വീനിൽ വരുന്ന നമ്പേഴ്സ് 1.5, 1.6, 1.5151 അല്ലെങ്കിൽ 1.6
363 അങ്ങനെ ഇഷ്ടം പോലെ നമ്പേഴ്സ്, കുറെ നമ്പേഴ്സ് നമുക്ക് ഇതിൽ എഴുതാൻ പറ്റും. ബട്ട് എന്താണ് കണ്ടീഷൻ? ഈ √2ന്റെയും √3ന്റെയും ബിറ്റ്വീനിലായിരിക്കണം. ദാറ്റ് മീൻസ് ഈ രണ്ട് നമ്പേഴ്സിന്റെയും ഇടയിലുള്ള നമ്പേഴ്സേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു അല്ലെ. നമുക്ക് എങ്ങനെയാണ് ന്യൂ നമ്പേഴ്സ് ആഡ് ചെയ്യുക, എങ്ങനെയാണ് ന്യൂ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത് പഠിക്കാനുണ്ട്. അതിന്റെ പ്രോബ്ലംസും കൂടെ പഠിച്ചാൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ആവും. ഓക്കെ, അപ്പൊ നന്നായിട്ട് പൈതഗോറസ് തിയറം പഠിക്കുക, √2ന്റെ വാല്യൂ പഠിക്കുക, √3ന്റെ വാല്യൂ പഠിക്കുക, അതുപോലെ പ്രോബ്ലംസ് നന്നായിട്ട് നോക്കുക. നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ടൊക്കെയാണ് പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷനും ന്യൂ നമ്പേഴ്സ് റൂട്ടുള്ള നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതും അതിന്റെ പ്രോബ്ലംസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.